Hello and good evening, everyone. Welcome to today's investor education webinar on investment in mutual fund in Malayalam language by Dr. Liansi Matthew. Ms. Matthew is a seasoned academician and certified trainer with 15 years of experience spanning industry and academia. She began her career with GRG Securities Limited and currently serves as an assistant professor at the Cochin College, Kochi, and a research guide at Mahatma Gandhi University, Kottayam. A PhD in commerce, she has conducted 200 plus financial literacy and investment awareness sessions for students, SSGs, teachers, and corporates. Now, about NISM. NISM is a public trust established in 2006 by SEBI, the regulator of Indian securities markets. The institute conducts a wide range of capacity building activities at various levels with the aim of improving quality standards in the securities markets. At NISM, we work in 5 broad areas: long and short-term academic programs, certifications for market intermediaries, e-learning programs, training programs for working professionals and academia, and various investor education initiatives. Now, I request Liansi ma'am to begin with the session. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിന്റെ ഈ ഒരു മലയാളത്തിലുള്ള സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ നടത്തുന്നത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ വളരെ പോപ്പുലറായി കാണുന്ന കുറച്ച് ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള നിക്ഷേപ പ്രോഡക്റ്റിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അതിലൊരു നിക്ഷേപ മാർഗമായിട്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ കാണാൻ സാധിക്കുക. നമുക്ക് ബോൺസും ഡിബഞ്ചേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ഫിക്സഡ് ആയിട്ടൊരു ഇൻകം ആണ് അതിന് കിട്ടുക. അതുപോലെ ഇൻഷുറൻസ് അതൊരു നിക്ഷേപമല്ല എങ്കിൽ പോലും നിക്ഷേപത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് ബിൽഡിംഗ് ഒക്കെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്കൊരു നിക്ഷേപ സാധ്യതയായിട്ട് നിക്ഷേപ മാർഗമായിട്ട് ഉപയോഗിക്കാം. ബാങ്കിലുള്ള നിക്ഷേപങ്ങളുണ്ട്, അതുപോലെ ഷെയറിലും സ്റ്റോക്കിലും ഓഹരികളിലുള്ള നിക്ഷേപമുണ്ട്. ഗോൾഡ് ഇപ്പോൾ വളരെയേറെ വരുമാനം കൊടുക്കുന്ന, പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു നിക്ഷേപമാണ് ഗോൾഡ്. അതിന്റെ കൂടെ തന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം വളരെയേറെ പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഒത്തിരിയേറെ പേര് നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്ന, പണ്ടത്രയും പോപ്പുലർ അല്ലായിരുന്ന 2000-ൽ തുടങ്ങിയെങ്കിലും അധികം നിക്ഷേപം വരാതിരുന്ന അല്ലെങ്കിൽ നിക്ഷേപത്തിനായിട്ട് ആൾക്കാർ തിരഞ്ഞെടുക്കാണ്ടിരുന്ന ഒരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. സാധാരണക്കാർക്കും അതുപോലെ ഏത് വരുമാനം ഉള്ള ആൾക്കാർക്കും നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പബ്ലിക് അവയർനെസ് ക്ലാസ്സസ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലിറ്ററസി ക്ലാസ്സസ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി NISM അതുപോലുള്ള ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസും ഒക്കെ കൊടുക്കുക. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ആദ്യം തന്നെ പറയട്ടെ. മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുക, മ്യൂച്വൽ ഫണ്ട് നടത്തുന്നത് നമ്മളുടെ ഷെയറിലും ഓഹരികളിലും ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെയാണ്. പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടവരെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെ ഒരു നിക്ഷേപ മാർഗമായിട്ട് കാണേണ്ടത് നേരിട്ട് ഷെയറിലോ ഓഹരിയിലോ ഷെയർ മാർക്കറ്റിലോ ക്യാപിറ്റൽ മാർക്കറ്റിലോ ഒക്കെ നിക്ഷേപിക്കാനായിട്ട് ഒരു അറിവോ, നേരിട്ട് ഷെയറിൽ നിക്ഷേപിക്കാനുള്ള അറിവോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി കമ്പനികളെ പറ്റിയും ഷെയറിനെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയും നമ്മളുടെ മാർക്കറ്റിലെ ഇക്കണോമിയിലൊക്കെ നടക്കുന്ന ചേഞ്ചസിനെ പറ്റിയും, ഏതാണ് നല്ല ഷെയർ, ഏതാണ് മോശം ഷെയർ എന്നില്ല എങ്കിൽ പോലും ഏതാണ് ലാഭം കൂടുതൽ തരിക, കുറവ് തരിക, ഏതൊക്കെ സമയത്താണ് ഞാനിത് ഷെയറിൽ നിക്ഷേപിക്കേണ്ടത്, ഏത് സമയത്ത് എനിക്ക് അതിന്റെ പ്രോഫിറ്റ് എടുക്കാം എന്നൊക്കെ നോക്കാനും അറിയാനും സമയം കുറവുള്ളവർക്കും അതുപോലെ അത്രയും എക്സ്പെർട്ടൈസ് ഇല്ലാത്തവർക്കും അത്രയും സമയം സ്പെൻഡ് ചെയ്യാണ്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ മാർഗം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ, നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എന്നല്ല മ്യൂച്വൽ ഫണ്ട് ഹൗസ് എന്നാ പറയുക. മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് സാധാരണക്കാരിൽ നിന്നും അല്ലെങ്കിൽ നിക്ഷേപം ചെയ്യാൻ താല്പര്യമുള്ള നിക്ഷേപകരിൽ നിന്ന് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും നിക്ഷേപങ്ങൾ കളക്ട് ചെയ്ത് അത് ഈ പറഞ്ഞ ഷെയറുകളിലും
അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സുകളിലും ഡിബഞ്ചറുകളിലും ബോണ്ടുകളിലും ഈവൻ ഗോൾഡിലും നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരു നിക്ഷേപകൻ ഉണ്ടായിരിക്കും, അവര് ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. ഇതിനെ മാനേജ് ചെയ്യാൻ, ഈ ഫണ്ടിനെ മാനേജ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെപ്പറ്റി അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. മ്യൂച്വൽ ഫണ്ടിന്റെ ആശയം എന്ന് പറയുന്ന ഇതാണ്: കളക്ടിങ് സ്മോൾ സേവിങ്സ് ഫ്രം ദ പബ്ലിക് ആൻഡ് ഇൻവെസ്റ്റിംഗ് ദാറ്റ് ഇൻ ടു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോസ്. ഈ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് പല സെക്യൂരിറ്റീസ് ആണ്. അത് ഷെയർസ്, ബോൺസ്, ഡിബഞ്ചർ ഒക്കെ ആകാം. മേജർ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് ഷെയറുകളിലാണ്. അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന്റെ കൂടുതൽ നല്ലൊരു വരുമാനം എക്സ്പെക്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഷെയറുകളിലുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വഴിയാണ് കിട്ടുക. അപ്പം ഇതെപ്പോഴും മാർക്കറ്റുമായിട്ട്, സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട്, ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ്. വേഡിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ മ്യൂച്വലി നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനീഷ്യലി അത് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ആണ് അവരുടെ നിക്ഷേപം, അവരുടെ സേവിങ്സ്, അവരുടെ സമ്പാദ്യം പൂൾ ചെയ്ത് ഈ നിക്ഷേപകരിലേക്ക്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലേക്ക് കൊടുക്കുന്നു. ആ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഫണ്ട് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. വർഷങ്ങളോളം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലും ഓഹരി വിപണിയിലും വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള, സർവീസ് ഉള്ള, അറിവുള്ള ഫണ്ട് മാനേജേഴ്സ്, ആ ഫണ്ടിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അപ്പോയിന്റ് ചെയ്യുന്നു. അവർ ഈ ഫണ്ട് അവരുടെ റിസർച്ചിന് ശേഷം നല്ല നല്ല കമ്പനികൾ സെലക്ട് ചെയ്ത്, അല്ലെ നല്ല നല്ല സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്ത് ആ ഒരു ഫണ്ടിന്റെ ലക്ഷ്യത്തിന് അനുസരിച്ചുള്ള ഷെയറുകളിലോ ഡിബഞ്ചറുകളിലോ ഒക്കെ നിക്ഷേപിക്കുന്നു. അതിൽ നിക്ഷേപിക്കുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ആ സെക്യൂരിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ആ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിക്ഷേപകരിലേക്ക് കൊടുക്കുന്നു. ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് മാനേജേഴ്സ് കളക്ട് ചെയ്യുന്ന ഫണ്ട് പല പല സെക്യൂരിറ്റീസിൽ, പല പല ഷെയർസിലും അതുപോലുള്ള ഇൻസ്ട്രുമെന്റ്സിലും ഫിനാൻഷ്യൽ പ്രോഡക്ട്സിലും നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപത്തിൽ നിന്ന് വരുന്ന റിട്ടേൺ അല്ലെങ്കിൽ വരുമാനം, പ്രോഫിറ്റ് നിക്ഷേപകർക്ക് കൊടുക്കുന്നു. ഇത്രയും ഒരു പ്രോസസ്സിന് ചെയ്യുന്നതിന് വേണ്ടി മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് പല ചാർജസ് ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഫണ്ട് മാനേജ്മെന്റ് ചാർജസും അഡ്മിനിസ്ട്രേഷൻ ചാർജസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, നേരിട്ടുള്ള ഷെയറിലുള്ള നിക്ഷേപം അല്ലേ നല്ലതെന്ന്. അത് രണ്ടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഷെയറിൽ നേരിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല ഒരു നിക്ഷേപം. നമ്മൾക്ക് നേരിട്ട് കമ്പനികളിൽ നിന്ന് അവര് ഉണ്ടാക്കുന്ന, കമ്പനികൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് കിട്ടുന്നു. പക്ഷേ അതിൽ നമ്മൾക്ക് അറിവില്ലാത്തത് മൂലം, അറിവില്ലാത്ത ഒരാളാണെങ്കിൽ നേരിട്ട് നല്ല ഷെയറുകളും നല്ല കമ്പനികളും ചൂസ് ചെയ്യാനും ഇതിന്റെ കറക്റ്റ് സമയം നോക്കി ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ, മേടിക്കാനും വിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും അത്രയും അറിവില്ലാത്തവർക്ക് ആ അറിവ് ഉള്ള ആൾക്കാർ, അതായത് ഫണ്ട് മാനേജേഴ്സ് ആയിട്ടുള്ളവര് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്തു തരുന്നു. മാനേജ് ചെയ്യുന്നതിനാണ് അവർ ആ ചാർജ് എടുക്കുക. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഫീച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ കാണാം. ഇത് മാനേജ് ചെയ്യുന്നത് എക്സ്പേർട്സ് ആണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിലും വർഷങ്ങളോളവും അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള, അറിവുള്ള ആൾക്കാരായിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത്, ഒരു ചെറിയ വരുമാനം ഉള്ള ആൾക്കാർക്ക് പോലും നിക്ഷേപം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചെറുതായാലും നമ്മൾക്ക് നിക്ഷേപിച്ചു തുടങ്ങാം. ഏറ്റവും കുറവ് നിക്ഷേപം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കണമെങ്കിൽ 500 രൂപ വെച്ചിട്ട് മന്ത്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഈ 500 എന്നുള്ളത് 100 രൂപ വെച്ചും മന്ത്ലി നിക്ഷേപിക്കാനുള്ള അവസരം നിക്ഷേപകർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ നിക്ഷേപിച്ചാൽ റെഗുലേറ്റഡ് ബൈ, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് ഈ നിക്ഷേപം നടത്താനായിട്ട് സാധിക്കും.
അതോടൊപ്പം നമ്മൾ ടാക്സ് അഡ്വാൻറ്റേജ് ആണ്, ടാക്സ് ചെയ്യുന്ന ആളാണ്, ടാക്സ് കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഒരു സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് അതിനായിട്ടുണ്ട്. ELSS, ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീംസ് എന്ന് പറയും. ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീംസിൽ ആ വഴിയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ATCയിൽ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളൊരു ഗോൾ വെച്ചിട്ടാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് റെഗുലറായിട്ട് ഇൻകം വേണം എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വഴി എൻ്റെ ഒരു ലക്ഷ്യമെങ്കിൽ നമുക്ക് ഇൻകം ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റും. അതോടൊപ്പം അതല്ല, എനിക്ക് റെഗുലറായിട്ട് ഇൻകം ഒന്നും ഇപ്പൊ എനിക്ക് ആവശ്യമില്ല, ഫ്യൂച്ചറിലേക്ക് ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ, എനിക്കൊരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ലംസം എമൗണ്ട് ആണ്, ഒരു വലിയ എമൗണ്ട് ആണ് കിട്ടേണ്ടതെങ്കിൽ അതിന് നമുക്ക് ഗ്രോത്ത് ഫണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റും. അതോടൊപ്പം റിട്ടയർമെന്റിന് വേണ്ടിയിട്ടൊരു ഫണ്ട് സ്വരൂപിക്കുന്ന ആൾക്കാണെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടും അതോടൊപ്പം തന്നെ പല ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകളും നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾക്ക് ഇന്ത്യയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഇതാണ്. ഇനീഷ്യലി നമുക്ക് കാണാം സ്പോൺസേഴ്സ്. നമ്മൾ സ്പോൺസേഴ്സ് ആദ്യം മ്യൂച്വൽ ഫണ്ട് കമ്പനി, മ്യൂച്വൽ ഫണ്ട് ഹൗസ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്പോൺസേഴ്സ് ആണ് മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഈ മ്യൂച്വൽ ഫണ്ട് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോർപ്പറേറ്റ്സും ഒക്കെയാണ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുക. അതുപോലെ മ്യൂച്വൽ ഫണ്ട് സ്പോൺസേഴ്സ് ആകുക, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് പബ്ലിക് സെക്ടറിൽ നമ്മൾ എടുത്താൽ SBIയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, SBI ആണ് സ്പോൺസർ. കാനറ ബാങ്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, കാനറ ബാങ്ക് ആണ് സ്പോൺസർ. അതുപോലെ തന്നെ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ നോക്കിയാൽ ICICI മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ICICI ആണ് ഇതിന്റെ സ്പോൺസർ. ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, ICICI ബാങ്ക് ആണ് സ്പോൺസർ. HDFC മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, HDFC ആണ് അതിന്റെ സ്പോൺസറായിട്ട് വരിക. അതോടൊപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോർപ്പറേറ്റ്സ് റൺ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. റിലയൻസ് മ്യൂച്വൽ ഫണ്ട്, ബിർള മ്യൂച്വൽ ഫണ്ട്, ടാറ്റ, ഇതെല്ലാം മ്യൂച്വൽ ഫണ്ട് സ്പോൺസേഴ്സ് ആണ്. ഈ മ്യൂച്വൽ ഫണ്ട് സ്പോൺസേഴ്സ് മ്യൂച്വൽ ഫണ്ട് സ്പോൺസർ ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഫണ്ടിന്റെ മൊത്തം ഒരു റെഗുലേറ്ററി ഭാഗം നോക്കുന്നത് ട്രസ്റ്റീസ് ആണ്. ഒരു ട്രസ്റ്റ് ഫോമിലാണ് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഫംഗ്ഷൻ ചെയ്യുക. ട്രസ്റ്റീസ് ആണ് ഇൻവെസ്റ്റേഴ്സിന്റെയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെയും അതുപോലെ ഈ ഓവറോൾ മ്യൂച്വൽ ഫണ്ടിന്റെ വർക്കിങ്ങിനെ മാനേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ട്, AMC എന്ന് പറയും. അവരാണ് ഫണ്ട് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ സൈസ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ കളക്ട് ചെയ്ത ഫണ്ടിന്റെ എത്രയോ ആണ് കളക്ട് ചെയ്യുന്നത്, ആ ഫണ്ടിന്റെ ഒരു സൈസ് അനുസരിച്ച് ഒന്നോ അതിൽ കൂടുതലോ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാകാം. അതിനെ മാനേജ് ചെയ്യുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. കസ്റ്റോഡിയൻസ് ഉണ്ട്, അവരാണ് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കളക്ട് ചെയ്ത ഫണ്ട് വെച്ചിട്ട് ബൈ ചെയ്ത, മേടിച്ച സെക്യൂരിറ്റീസ്, അത് ഷെയർസ് ആകാം, ഡിബഞ്ചേഴ്സ് ആകാം, ബോൺസ് ആകാം, ഏത് സെക്യൂരിറ്റി ആണോ മ്യൂച്വൽ ഫണ്ട് മേടിക്കുന്നത് അതിനെ മാനേജ് ചെയ്യുന്നത്, അതിനെ സേഫ് കീപ്പ് ചെയ്യുന്നത് കസ്റ്റോഡിയൻസ് ആണ്. ദെൻ മ്യൂച്വൽ ഫണ്ടിലെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു പല ഇന്റർമീഡിയറീസും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ സ്ട്രക്ചറിൽ വരുന്ന മറ്റ് ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് ഏരിയാസ് ആണ് ഏജൻസും ഡിസ്ട്രിബ്യൂട്ടേഴ്സും. ഏജൻസും ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കുക. നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അതുപോലെ വരുന്ന മറ്റ് ഇന്റർമീഡിയറീസ് ഒക്കെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. പലപ്പോഴും ബാങ്കുകളും ഒക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഏജൻസ് ഉണ്ട്, അത് ആംഫി, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏജൻസും മ്യൂച്വൽ ഫണ്ടിൽ ഭാഗമാണ്. അവരും ഈ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നവരാണ്. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ആ മ്യൂച്വൽ ഫണ്ടിനെ മാനേജ് ചെയ്യാനായിട്ട് ബാങ്കേഴ്സും ആ ഫണ്ടിന്റെ അക്കൗണ്ടൻസും ഉണ്ടാവും. അതുപോലെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസി, RTA എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപകർക്കുള്ള സംശയങ്ങളും അവർക്ക് വേണ്ട ക്ലാരിഫിക്കേഷൻസും കൊടുക്കാൻ, അതുപോലെ നിക്ഷേപകരുടെ എല്ലാ കാര്യങ്ങളും KYC, അവരുടെ നിക്ഷേപം റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ആൻസർ കൊടുക്കാനായിട്ട് എല്ലാ ഫണ്ടിനും ഒരു രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസി RTA ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു നേച്ചർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്.
ഇൻവെസ്റ്റേഴ്സ് ഒരു കോമൺ പൂളിലേക്ക്, ഒരു കോമൺ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. ട്രസ്റ്റ് ആണ് അതിനെ മാനേജ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ആ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നത്. ദെൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുണ്ട്, ഫണ്ട് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ആ ഫണ്ട്, ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്ത ഫണ്ട് മാനേജ് ചെയ്യുക. ദെൻ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ ഈ ഒരു 3 ബേസിക് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ്, ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സ് ആൻഡ് ഇന്റർവൽ ഫണ്ട്സ്. ഓപ്പൺ എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ, ഒരു വർഷം ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് ആ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് ആ ഫണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനും പറ്റും. മ്യൂച്വൽ ഫണ്ടിലുള്ള വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പൈസ എടുക്കാനായിട്ടും സാധിക്കും. പക്ഷേ ഇതിലൊരു ബെനിഫിറ്റ് വരിക, ഇതിനകത്തൊരു ശരിക്കും നമുക്ക് അതിനകത്തുനിന്നൊരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മളൊരു ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കേണ്ടി വരും. കാരണം ഈ ലോങ് ടൈം നിക്ഷേപങ്ങളിലാണ് മ്യൂച്വൽ ഫണ്ട് പലപ്പോഴും കളക്ട് ചെയ്യുന്ന, ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഇടുക. ഉദാഹരണത്തിന് ഷെയറിലാണെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്കാണ് അത് പോവുക. ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ 1-2 ദിവസം കൊണ്ടോ ഓവർനൈറ്റോ കിട്ടത്തില്ല. ഇപ്പം ഡിബഞ്ചേഴ്സും ബോൺസിലൊക്കെ ആണെങ്കിൽ പോലും അതിന് കുറച്ച് വർഷങ്ങളുടെ കാലാവധി ഉണ്ടാകും അതിൽ നിന്ന് നമുക്കൊരു വരുമാനം റിട്ടേൺ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഒരു ലോങ് ടൈം നിക്ഷേപമായിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെ കാണേണ്ടത്. എന്നിരുന്നാൽ പോലും നമ്മൾ ഓപ്പൺ എൻഡഡ് ഫണ്ട്സിലാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും നമ്മൾക്ക് നിക്ഷേപിക്കാനും ഏത് സമയം നമ്മൾ ആഗ്രഹിക്കുമ്പോഴും വിഡ്രോ ചെയ്യാനും സാധിക്കും. ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് ആ ഫണ്ട് ഒരു സർട്ടൻ പീരീഡിലേക്ക് ഓപ്പൺ ആയിരിക്കും പബ്ലിക്കിന് നിക്ഷേപിക്കാൻ. അത് കഴിഞ്ഞാൽ ആ ഫണ്ട് ക്ലോസ് ചെയ്യപ്പെടും. പിന്നീട് നമുക്ക് നിക്ഷേപം സാധ്യം അല്ല. ഇന്റർവൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 2 ഓപ്പൺ എൻഡഡ് ഫണ്ട്സിന്റെയും ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ഇൻ ബിറ്റ്വീൻ, ഇടയ്ക്കിടയ്ക്ക് ആ ഫണ്ട് ഓപ്പൺ ആവും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ സമയം നോക്കി നമ്മൾക്ക് അതിലേക്ക് നിക്ഷേപിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഓബ്ജക്റ്റീവ് വെച്ചിട്ട് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡെറ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്. ഡെറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ആ ഫണ്ട് കംപ്ലീറ്റ്ലി നിക്ഷേപിക്കുന്നത് ഡെറ്റ് സെക്യൂരിറ്റീസിലായിരിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിലോ അതുപോലെ ഡിബഞ്ചർ, ബോൺസ് പോലുള്ള ഒരു ഫിക്സഡ് ഇൻകം തരുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം തരുന്ന നിക്ഷേപ പ്രോഡക്റ്റുകളിലായിരിക്കും ഡെറ്റ് ഫണ്ട്സ് നിക്ഷേപിക്കുക. ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് ഓഹരികളിൽ, ഇക്വിറ്റി ഷെയർസിൽ അല്ലെങ്കിൽ കമ്പനികളുടെ ഓഹരികളിലായിരിക്കും നിക്ഷേപിക്കുക. ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വേരി ചെയ്തിരിക്കും. 25% ഡെറ്റിലും 75% ഇക്വിറ്റിയിലുമായിരിക്കാം ചിലപ്പോൾ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ 50% ഇക്വിറ്റിയിലും 50% ഡെറ്റിലും ആയിരിക്കാം. അതെല്ലാം ആ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ ഒരു ഒബ്ജക്റ്റീവ് വെച്ച് വീണ്ടും ഡിസൈഡ് ചെയ്യപ്പെടും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈല് വെച്ചിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പാസീവ് ഫണ്ടും ആക്റ്റീവ് ഫണ്ടും. പാസീവ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക് ഇൻഡെക്സിനെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പാസീവ് ഫണ്ട്. പാസീവ് ഫണ്ടിൽ നമ്മളുടെ ഇൻഡെക്സിൽ, നിഫ്റ്റിയാണ് നിഫ്റ്റിയിൽ, സെൻസെക്സ് ആണ് സെൻസെക്സിൽ വരുന്ന 50, നിഫ്റ്റിയിൽ വരുന്ന 50, സെൻസെക്സിൽ വരുന്ന 30 ഷെയറുകളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടിനെയാണ് പാസീവ് ഫണ്ട് എന്ന് പറയുക. ആക്റ്റീവ് ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫണ്ടിലേക്കുള്ള സെക്യൂരിറ്റീസിന്റെ അല്ലെങ്കിൽ ഷെയറിന്റെ ഓഹരിയുടെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ആ ഫണ്ട് മാനേജറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും. ഫണ്ട് മാനേജർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുക ഏത് ഷെയറാണ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും ഏത് ഷെയറാണ് അതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്നും. പാസീവ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡെക്സിനെ റിഫ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് തന്നെയാണ്. അപ്പം അവിടെ ഒരു ക്വസ്റ്റ്യൻ, ആക്റ്റീവ് ഫണ്ടാണോ പാസീവ് ഫണ്ടാണോ നല്ലത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏതിൽ നിക്ഷേപിക്കണം എന്നുള്ളതിനൊരു ആൻസർ പറയുക. ആക്റ്റീവ് ഫണ്ടിൽ റിസ്ക് കൂടുതലായിരിക്കും. ഫണ്ട് മാനേജറാണ് അതിനകത്തോട്ടുള്ള സെക്യൂരിറ്റീസിന്റെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യുക. ഒബ്വിയസ്ലി അതിൽ കുറച്ച് റിസ്ക്കും റിട്ടേണും കൂടുതലായിരിക്കും. പാസീവ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡെക്സിൽ വരുന്ന സെക്യൂരിറ്റീസിൽ, ഇൻഡെക്സിൽ വരുന്ന ഷെയർസ് ആയിരിക്കും അതിന്റെ ഭാഗമാകുക. നാച്ചുറലി അത്
നമ്മളുടെ ലാർജ് ക്യാപ് ഫണ്ട്സ് ആയിരിക്കും. അപ്പം അത്രത്തോളം റിസ്ക് ഉണ്ടാവില്ല. പക്ഷേ റിട്ടേണും ഇൻഡെക്സിൽ കിട്ടുന്ന അതേ റിട്ടേൺ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. പാസീവ് ഫണ്ട്സിൽ ഇൻഡെക്സിലുള്ള അതേ ഷെയർസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഫണ്ട് മാനേജ്മെന്റ് ചാർജസ് വളരെ കുറവായിരിക്കും. പക്ഷെ ആക്റ്റീവ് ഫണ്ട്സിൽ ഫണ്ട് മാനേജർ നന്നായി വർക്ക് ചെയ്ത് അവര് മാർക്കറ്റ് പഠിച്ച് അവർക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന നല്ല മാർക്കറ്റ് അനാലിസിസിന് ശേഷം ഷെയറുകൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിലുള്ളത് കൊണ്ട് ആക്റ്റീവ് ഫണ്ട്സിൽ ഫണ്ട് മാനേജ്മെന്റ് ചാർജസ് കൂടുതലായിരിക്കും കമ്പയറിംഗ് വിത്ത് പാസീവ് ഫണ്ട്സ്. ദെൻ നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളതാണ്. 4 മാർഗങ്ങളാണ് നമ്മൾക്ക് അറ്റ് പ്രസന്റ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാനുള്ളത്. ഒന്ന് ഫിസിക്കൽ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ ഫോംസ്. അത് നമ്മളുടെ എല്ലാ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇന്റർമീഡിയറീസും ബ്രോക്കിംഗ് സർവീസസിലും ബ്രോക്കിംഗ് ഫേംസും ഒക്കെ ഇന്റർമീഡിയറീസ് ആണ്, ഈ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്താൽ നമുക്ക് ഫിസിക്കൽ മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻ ഫോംസ് കിട്ടും. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഓഫീസിൽ ചെന്നാലും എല്ലാ ഡിസ്ട്രിക്ട്സിലും ഓഫീസ് ഉണ്ടാവും. അവിടെ ചെന്നാൽ ഡയറക്റ്റ് അവിടുന്ന് ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോം നമ്മൾക്ക് മേടിച്ച് ഫില്ല് ചെയ്ത് അവിടെ മ്യൂച്വൽ ഫണ്ട് അതുവഴി മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് 50-ൽ കൂടുതൽ, എനിക്ക് തോന്നുന്നു ശരാശരി 56ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവർക്കെല്ലാം ഫിസിക്കൽ ഓഫീസസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അല്ല എങ്കിൽ ഈ പറയുന്ന ബ്രോക്കേഴ്സിന്റെ അടുക്കലും നമ്മളുടെ ബാങ്കുകളുടെ ബ്രാഞ്ചസിലും മ്യൂച്വൽ ഫണ്ടിന്റെ ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടാകും. അവിടെ ചെന്ന് അവിടെ വിസിറ്റ് ചെയ്ത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനും അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കൂടി ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. എല്ലാം KYCയും അതുപോലെ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഓൺലൈൻ വഴി തന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന് അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻസ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ വഴി സാധിക്കും. അതുപോലെ തന്നെ ആംഫി രജിസ്റ്റേർഡ് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരെ അപ്രോച്ച് ചെയ്താൽ, അവരെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾക്ക് ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോംസോ അല്ലെങ്കിൽ അവർ ഓൺലൈനായിട്ടോ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂവോ അപ്ലൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണോ എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ KYC ഹയർ ചെയ്യേണ്ടി വരും. KYC ഫോം ഫില്ല് ചെയ്ത് നമ്മളുടെ പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതെല്ലാം കൊടുത്ത് KYC ഹയർ ചെയ്യേണ്ടി വരും. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മളുടെ KYC ഓൾറെഡി അവിടെ ഉണ്ടാവും. KYC രജിസ്ട്രേഷൻ ഏജൻസി ഉണ്ട്, അവരത് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ നമുക്ക് റിട്രൈവ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പേരും അഡ്രസ്സും കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനായിട്ട് ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫും കൊടുത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഓൾറെഡി ഉള്ള ഒരു ഇൻവെസ്റ്റർ ആണോ, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റർ ആണോ, അതോ പുതിയ ഇൻവെസ്റ്റർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഒരു KYC പ്രൊസീജിയർ നമ്മൾക്ക് ആവശ്യമില്ല. പുതിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ KYC നമ്മൾ അഡ്ഹയർ ചെയ്ത് അല്ലെങ്കിൽ KYC ഫോർമാലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക. അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടിന് ഒരു 2 തരത്തിലുള്ള നിക്ഷേപത്തിനെ പറ്റിയിട്ടാണ് പറയുക. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്, റെഗുലർ മ്യൂച്വൽ ഫണ്ടും. നമ്മൾ ഓൾറെഡി 4 തരത്തിലെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോംസ്, ഓൺലൈൻ മ്യൂച്വൽ ഫണ്ടിന്റെ വെബ്സൈറ്റ് വഴി മ്യൂച്വൽ ഫണ്ടിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത്, അതുപോലെ ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഏജന്റ് വഴി നിക്ഷേപിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ നേരിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് അവർ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. മേ ബി അവരുടെ ഓഫീസിൽ ഡയറക്റ്റ് പോയാകാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ വഴിയോ നിക്ഷേപിക്കുന്നതാകും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്. റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്റർമീഡിയറി വഴി
അതൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാം, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ആകാം. ഇവർ വഴി നമ്മൾ നിക്ഷേപിക്കുന്നതിനാണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുക. ഇത് രണ്ടിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നേരിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. ഏതാണ് നല്ല ഫണ്ട്, ഏതാണ് നല്ല റിട്ടേൺ കൊടുക്കുന്നത്, NAV-യിലുള്ള ചേഞ്ചസ്, ഇതിനെപ്പറ്റിയൊക്കെ അത്യാവശ്യം മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ പറ്റി, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടും ഒരറിവുള്ള ആളിന് നേരിട്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപിക്കാം. അവിടെ അവരൊരു ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഏജൻസിനും കൊടുക്കുന്ന ഒരു കമ്മീഷൻ എന്നുള്ളത് നമ്മൾക്ക് കുറവായിരിക്കും. അത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ആ കമ്മീഷൻ കുറയുന്നത് കൊണ്ട് തന്നെ NAV, നെറ്റ് അസറ്റ് വാല്യൂ, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺ ആയിട്ട് അത് വരും. പക്ഷെ റെഗുലർ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമ്മൾ ഒരു ഇന്റർമീഡിയറി വഴി നിക്ഷേപിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ ആ ഒരു ഇന്റർമീഡിയറി ചാർജസ് നമ്മൾക്ക് പോകുന്നു. ഏജന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു കമ്മീഷൻ പോകുന്നു. അത് നമ്മളുടെ NAV എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് ആണ്. ഷെയറിന്റെ പ്രൈസ് പോലെ തന്നെ, ബോണ്ടിന്റെ പ്രൈസ് പോലെ തന്നെ NAV-യുടെ പ്രൈസ് ആണ്, മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് ആണ് NAV. ആ ഒരു NAV നമ്മൾക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു കമ്മീഷൻ പോകുന്നു. ഈ കമ്മീഷൻ പോകും എന്ന് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഉള്ള നിക്ഷേപം നിങ്ങൾ ആദ്യമായി നടത്തുന്നവരാണ്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ പറ്റിയോ ഈ ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടോ വലിയൊരു അറിവില്ലാത്ത ആളാണെങ്കിൽ എപ്പോഴും ഒരു റെഗുലർ മ്യൂച്വൽ ഫണ്ട് വഴി ആരുടെങ്കിലും ഒരു അഡ്വൈസോടെ, ഹെൽപ്പോടെ, സപ്പോർട്ടോടെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ല, നിങ്ങൾക്ക് നല്ലൊരു അറിവിനകത്തുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പഠിച്ചു കഴിഞ്ഞ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം, നിക്ഷേപിച്ച് തുടങ്ങാം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പറ്റിയ ഒരു മാർഗം. അതുപോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ എപ്പോഴും കാണുക മ്യൂച്വൽ ഫണ്ടിന്റെ NAV വഴിയാണ്. മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് NAV, നെറ്റ് അസറ്റ് വാല്യൂ. ഷെയർ മേടിക്കുമ്പോൾ നമ്മൾ ആ ഷെയറിന്റെ പ്രൈസ് ആണ് നോക്കുക. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ ആണ് നോക്കുക. ഈ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റ്സ്. ഉദാഹരണത്തിന് ഞാനൊരു 10,000 രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. ആ മ്യൂച്വൽ ഫണ്ടിന്റെ NAV 10 ആണെങ്കിൽ എനിക്ക് 1000 യൂണിറ്റ്സ് ആയിരിക്കും കിട്ടുക. 1000 into 10. അതുപോലെ അതല്ല, ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ NAV 100 ആണെങ്കിൽ ഞാൻ ഒരു 10,000 നിക്ഷേപിക്കുന്നുവെങ്കിൽ എനിക്ക് 100 യൂണിറ്റ്സ് ആയിരിക്കും കിട്ടുക. അപ്പം മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് NAV ആണ്. എന്നിരുന്നാലും NAV മാത്രം നോക്കിയിട്ട് നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് മേടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഷെയറിന്റെ കേസിലാണെങ്കിലും ഒരു 100 രൂപയുടെ ഷെയർ ആണ്, ഷെയറിന്റെ ഫേസ് വാല്യൂ 100 ആണെങ്കിൽ ആ ഒരു 150 200 ആയി എന്നും പറഞ്ഞ് നമ്മൾ ആ ഷെയർ മേടിക്കുകയല്ല. ആ ഷെയറിന്റെ ഒരു വർഷങ്ങളോളം ഉള്ള ഒരു കുറച്ച് വർഷത്തെ ഒരു പ്രോഫിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഷെയർ മേടിക്കുകയോ അല്ലെങ്കിൽ അത് മേടിക്കണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ NAV ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് എങ്കിലും ആ ഒരു NAV-യുടെ ഒരു കുറച്ച് വർഷത്തെ ഒരു റിട്ടേൺ, എത്ര റിട്ടേൺ അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ആ NAV ആ മ്യൂച്വൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ NAV-യിൽ എത്ര ഇൻക്രീസ് വന്നു, അല്ലെങ്കിൽ NAV-യിൽ എത്ര കൂടുതൽ വന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക. അപ്പം NAV എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിലുള്ള ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇൻവെസ്റ്റേഴ്സിന്റെ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട് ടോട്ടൽ എത്രയുണ്ട്, അതേ മൈനസ് അതിന്റെ ലൈബിലിറ്റീസും എക്സ്പെൻസസും ഒക്കെ കുറച്ചിട്ട് ബാലൻസ് വരുന്ന അസറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റ്സ്. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത്. NAV ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രൈസ് എങ്കിലും NAV-യിൽ വരുന്ന ചേഞ്ച്, NAV എത്രത്തോളം കൂടി എന്ന് നോക്കിയിട്ട് വേണം ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഫൈനൽ നമ്മൾക്ക് നിക്ഷേപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. കാരണം 10 വർഷം മുമ്പ് ഒരു 100 രൂപ ഫേസ് വാല്യൂവിൽ അല്ലെങ്കിൽ NFO വഴി 100 രൂപയ്ക്ക് തുടങ്ങിയ ഒരു മ്യൂച്വൽ ഫണ്ട് 10 വർഷത്തിന് ശേഷം ഇപ്പൊ അതിന് 1000 2000 ഒക്കെ ആയിരിക്കാം NAV. എന്നാൽ ഒരു ലാസ്റ്റ് മന്ത് തുടങ്ങിയ ഒരു വർഷമേ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയെങ്കിൽ അതിന് അത്രത്തോളം NAV ഉണ്ടാവണം എന്നില്ല. അപ്പൊ NAV-യുടെ ഗ്രോത്ത്, NAV എത്രയും കൂടി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലാണ്ട് NAV-യുടെ പ്രൈസ് മാത്രമല്ല. ഈ ഇൻഫർമേഷൻസ് ഒക്കെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സിന്റെയും ഇന്ത്യയിൽ
ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപത്തിന് അവസരമുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട്സിന്റെയും ഇൻഫർമേഷൻ, അതിന്റെ NAV-യും NAV-യിൽ വന്ന മാറ്റങ്ങളും, എത്ര വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ആയിട്ടുള്ളത്, അത്രയും വർഷത്തെ ഈ ഒരു NAV-യിൽ വന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് ആംഫിയുടെ വെബ്സൈറ്റിൽ നിന്ന്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യ, ആംഫിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾക്ക് അവൈലബിൾ ആവും, നമ്മൾക്ക് കിട്ടും. അപ്പം NAV മാത്രമല്ല നോക്കേണ്ടത്, NAV-യിൽ വന്ന കുറവും കൂടുതലും റൈസും ഫോളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീം, ഏത് സ്കീമിലാണോ നിക്ഷേപിക്കുന്നത് അത് തിരഞ്ഞെടുക്കാൻ. ദെൻ മ്യൂച്വൽ ഫണ്ടിൽ അടുത്തത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടിൽ 2 തരത്തിൽ നിക്ഷേപകർക്ക് നിക്ഷേപിക്കാം. ഒരു മാർഗം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നമ്മളൊരു ലംസം, ഒരു എമൗണ്ട് നിക്ഷേപിക്കുന്നു. പലപ്പോഴും എന്തെങ്കിലും ബോണസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിക്ഷേപത്തിൽ നിന്ന് നമുക്കൊരു എമൗണ്ട്, ഒരു ഫണ്ട് കിട്ടി, അതെവിടെയെങ്കിലും പാർക്ക് ചെയ്യണം, അവിടെയെങ്കിലും നിക്ഷേപിക്കണം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് നിക്ഷേപിക്കാം. ഒറ്റ ഒരു നിക്ഷേപമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ കാണുന്നതെങ്കിൽ അതിനെ ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. മിനിമം 5,000 ആണ്. 5,000 തൊട്ട് മുകളിലേക്ക് നമ്മൾക്ക് നിക്ഷേപിക്കാൻ പറ്റും, ഒറ്റ തവണയായിട്ടുള്ള നിക്ഷേപം ആണെങ്കിൽ. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് അത് മന്ത്ലി ആകാം, ക്വാർട്ടർലി ആകാം, ഹാഫ് ഇയർലി ആകാം, ഇയർലി ആകാം. നമ്മളൊരു മന്ത്ലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഒരു certain സ്പെസിഫിക് ഇന്റർവെൽസിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന അതേ സെയിം എമൗണ്ട് ആയിരിക്കണം നിക്ഷേപിക്കുക. 500 ആണെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും എല്ലാ ഹാഫ് ഇയർലിയും നമ്മൾ 500 നിക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ 1000 ആകാം, 1000 ആണെങ്കിലും എല്ലാ മാസവും ആ സ്പെസിഫിക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് ഡ്യൂറേഷൻ ആണോ ആ ഡ്യൂറേഷനിൽ നമ്മൾ ആ ഒരു സ്പെസിഫിക് എമൗണ്ട് കൊടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു വലിയ നിക്ഷേപം ഒറ്റയടിക്ക് സാധിക്കാത്തവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ചെറിയ നിക്ഷേപം ചെറിയ കാലാവധിയിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപമായിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരു മാസത്തിലാണ് നമ്മളിത് ഓരോ മാസവുമാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മാസത്തിന്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേറ്റ്, അത് 1st, 2nd, 3rd, 10th, 15th ഏത് ഡേറ്റ് ആണെങ്കിലും ആ ഡേറ്റിൽ കറക്റ്റ് ഒരു പ്രോപ്പർ റെഗുലർ എമൗണ്ട്, ഇത് എത്രയാണോ എല്ലാ മാസവും നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്പെസിഫിക് എമൗണ്ട്. ഒരു മാസം 100ഉം പിറ്റേ മാസം 200ഉം എന്നുള്ളത് പറ്റില്ല. 100 ആണെങ്കിൽ 100, 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000, അത് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിക്ഷേപിച്ചു പോകുന്നു. അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുക. ഇത് രണ്ടും പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണോ ബെറ്റർ എന്നുള്ളത്. അതിന് നമ്മൾക്ക് തരാനുള്ള ആൻസർ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാം. ലംസം ഇൻവെസ്റ്റ്മെന്റിൽ എപ്പോഴാണ് നമുക്കൊരു ബൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതയുള്ളപ്പം സാലറി ബോണസോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മച്ചുവേർഡ് ആവുകയാണെങ്കിൽ അതായിരിക്കും മിനിമം 5,000. SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇന്റർവെൽസിൽ നിക്ഷേപിക്കുന്നു. മിനിമം 500 മിനിമം ആണെങ്കിലും നമ്മൾക്ക് മുകളിലോട്ട് എത്ര വേണമെങ്കിലും അതിനകത്ത് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഈ SIP ആണോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണോ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ നല്ലത് എന്ന് നോക്കാൻ പോവാണ്. രണ്ടും നല്ലതാണ്, എങ്കിലും അതിൽ കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഏതിലാന്ന് നോക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചാൽ നിക്ഷേപം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതുമാണ്. ഇവിടെ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. നമ്മൾ ഒരു വർഷത്തിന്റെ ആദ്യം ജാനുവരിയിൽ ഒരു 12,000 മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ NAV 10 ആണ്. നമ്മൾക്ക് 1,200 യൂണിറ്റ്സ് കിട്ടും. ഈ പറഞ്ഞ 10 NAV എന്നുള്ളത് ഡിസംബർ ആയപ്പോഴത്തേക്ക് 11 ആയി, ₹1. അതിനകത്ത് NAV ₹1അല്ല, NAV 1 ഇൻക്രീസ് ചെയ്തു, 11 ആയി. സെയിം 1,200 തന്നെയാണ് നമ്മളുടെ യൂണിറ്റ്സ്. ഈ 1,200 × 11 ആണ്
ഫൈനൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വരിക 13,200. ഇവിടെ 1,200 ആണ് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയ ഒരു ബെനിഫിറ്റ്. 12,000 ഇൻവെസ്റ്റ് ചെയ്ത 12,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 13,200 കിട്ടുന്നു. NAV 1 ഇൻക്രീസ് ചെയ്താൽ ഇതേ സെയിം 12,000 നമ്മൾ ഒരു 1 ഇയറിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാണുക, ജാനുവരി 1000 നിക്ഷേപിക്കുന്നു, അതിന്റെ NAV 10 ആണ്. ഫെബ്രുവരിയിൽ വീണ്ടും 1000 നിക്ഷേപിക്കുന്നു, NAV കുറച്ച് കുറഞ്ഞു. ദെൻ ഫെബ്രുവരിയിൽ മാർച്ചിൽ നിക്ഷേപിക്കുന്നു, വീണ്ടും NAV താഴ്ന്നു. മാർക്കറ്റിൽ വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ആ നിക്ഷേപം അവർ ഏതിലാണോ ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ആ ഒരു സ്കീം നിക്ഷേപിച്ചത് ആ ഇൻസ്ട്രുമെന്റിലെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റിൽ വന്ന ചേഞ്ച് കൊണ്ടായിരിക്കും ഇവിടെയും NAV കൂടുകയോ കുറയുകയോ ചെയ്യുക. മെയ് ആയപ്പം വീണ്ടും ഇൻക്രീസ് ചെയ്തു, ജൂണിൽ കുറഞ്ഞു. ദെൻ ഒക്ടോബറിൽ 10.1, നവംബറിൽ 9, ഫൈനലി ഡിസംബറിൽ 11 ആയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്നാണ് ഈ ഒരു കോൺസെപ്റ്റിന് നമ്മൾ പറയുക. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രിൻസിപ്പിളും അതുപോലെ റുപ്പി കോസ്റ്റ് ആവറേജിങ്ങും ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പം NAV കുറയുന്ന സമയത്ത് നമ്മൾക്ക് കാണാം അവിടെ യൂണിറ്റ്സ് കൂടി, NAV കൂടുമ്പം യൂണിറ്റ്സ് കുറയുന്നുണ്ട്. അപ്പം ഫൈനലി നമ്മളിവിടെ SIP വഴിയാണെങ്കിൽ കാണുക ടോട്ടൽ 1,200 യൂണിറ്റ്സ് ആയിരുന്നത് ഡിസംബർ ആയപ്പോഴത്തേക്കും 1,301.16 യൂണിറ്റ് ആയി. അതേ ഇൻറ്റു 1,301 ഇൻറ്റു അന്നത്തെ NAV 11 14,312 നമ്മൾക്ക് വരിക. കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാംസം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 13,200 പകരം ഇവിടെ 14,312 ആണ് വരിക. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒറ്റയടിക്ക് നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുന്നതിനേക്കാളും അഡ്വാൻറ്റേജ് നമ്മൾക്ക് കിട്ടുന്നത്, ഗുണം നമ്മൾക്ക് കിട്ടുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു വലിയ എമൗണ്ട് നിക്ഷേപിക്കാൻ സാധിക്കാത്തവർക്ക് കൂടി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺ നല്ല രീതിയിൽ കിട്ടാനുള്ള ഒരു അവസരം നമ്മൾക്ക് ഉണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി. ഡയറക്ട്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും അതുപോലെ ഹൈ റിസ്ക് ക്യാപിറ്റൽ മാർക്കറ്റിലെ നേരിട്ട് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്കുമുള്ള ഒരു നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു. അതിലെ തന്നെ SIPയുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് കാണിക്കുക. ഡിസിപ്ലിൻ സേവിങ്സ് മന്ത്ലി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സാലറിയുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഇൻകം വരുന്നവരാണെങ്കിൽ എല്ലാ മാസവും നമ്മളുടെ കയ്യിൽ നിന്ന് റെഗുലർ ആയിട്ടൊരു എമൗണ്ട് നമ്മൾ നിക്ഷേപത്തിലേക്ക് പോകുന്നു. ലോങ് ടൈമിലാണ് SIP നമ്മൾക്ക് ഹെൽപ്പ് തരിക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയാൽ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ബെനിഫിറ്റ്, ഒരു ഗുണം നമ്മൾക്ക് കിട്ടുന്ന ലോങ് ടൈമിലാണ്. ഇവിടെയും SIP വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റ് വഴി നമുക്കൊരു ലോങ് ടൈമിലാണ് കിട്ടുക. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഏത് സമയം വേണമെങ്കിലും ലോങ് ടൈം നിക്ഷേപമാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നുവെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാനുള്ള, റെഡീം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കൺവീനിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈവൻ നമുക്ക് വീട്ടിലിരുന്ന് പോലും നിക്ഷേപിക്കാനുള്ള ഒരു അവസരം മ്യൂച്വൽ ഫണ്ട് തരുന്നുണ്ട്. കോമ്പൗണ്ടിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. SIP വഴി 1,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1% റിട്ടേൺ ആണെങ്കിൽ, ഇതെല്ലാം മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള റിട്ടേൺ. നിങ്ങൾ ആംഫിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ പല മ്യൂച്വൽ ഫണ്ടുകളും ഇത് ഈ വർഷങ്ങളിൽ കൊടുത്ത ഒരു റിട്ടേൺ നിങ്ങൾക്ക് പ്രോഫിറ്റ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിവിടെ ഉദാഹരണം 8% ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു 60 വയസ്സാകുമ്പം ഒരു 60 ഇയേഴ്സിലേക്ക് ഒരു നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് SIP വഴി നടത്തുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പം 25 ഇയേഴ്സിലാണെങ്കിൽ 23 lakhs ആയിരിക്കും നമുക്ക് കിട്ടുക. 1,000 പെർ മന്ത്, ഒരു മാസം 1000 വെച്ചിട്ട് 60 വർഷത്തേക്ക് 1000 വെച്ചിട്ട് നമ്മൾ 25 വയസ്സ് തൊട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ 60-ാം വയസ്സിൽ 23 lakh ആയിരിക്കും കിട്ടുക. ആ പറഞ്ഞ 25 ഇയേഴ്സിൽ നിക്ഷേപിക്കുന്നില്ല, 30 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 15 ലക്ഷമായിരിക്കും കിട്ടുക. അത് വീണ്ടും കൂടി ഡിലേഡ് ഇൻവെസ്റ്റ്മെന്റ് ആയി 35-ാം വയസ്സിലാണെങ്കിൽ 9 lakh ആയിരിക്കും വരിക.
40 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ അത് 5 ലാക്ക് ആയിരിക്കും. അപ്പം ഏർലി ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കാണ് ചെറിയ എമൗണ്ട് ആണെങ്കിലും നിക്ഷേപിക്കുക വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ കിട്ടുക. ഇനി മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയാ പറയുക. ഷെയറിൽ നമ്മൾ പബ്ലിക് ഇഷ്യൂവിന് IPOയ്ക്ക് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ആ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ഇൻഫർമേഷൻ തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണോ അവരുടെ ഒരു ജനറൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾക്ക് അവരുടെ SAI സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള ഒരു ഡോക്യുമെന്റ് നോക്കാവുന്നതാണ്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന, നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ സ്കീമിനെ പറ്റിയിട്ട് എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഞാൻ പറഞ്ഞു 50-ൽ പരം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ് നമ്മൾക്ക് ഇന്ത്യയിലുള്ളത്. അതിൽ 250-ന് മുകളിൽ സ്കീംസ് ആണുള്ളത്. ഓരോ മ്യൂച്വൽ ഫണ്ടിനും പല പല സ്കീംസ് ഉണ്ടാവും. ഇക്വിറ്റിയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഇക്വിറ്റി സ്കീംസ്, ഡെറ്റിൽ മാത്രമുള്ള ഡെറ്റ് സ്കീംസ്, ഡെറ്റും ഇക്വിറ്റിയുടെയും കൂടെയുള്ള ഹൈബ്രിഡ് സ്കീംസും, അതുപോലെ ബാലൻസ്ഡ്, അങ്ങനെ കുറേ സ്കീംസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫിക്കേഷൻ കണ്ടു. അപ്പൊ എല്ലാ മ്യൂച്വൽ ഫണ്ടിനും പല പല സ്കീംസ്, ലാർജ് ക്യാപ് ഫണ്ട്സിൽ നിക്ഷേപിക്കുന്ന ലാർജ് ക്യാപ് ഫണ്ട്സും, മിഡ് ക്യാപ്പിലുള്ള മിഡ് ക്യാപ് ഫണ്ട്സും, സ്മോൾ ക്യാപ് ഫണ്ട്സും, ഫ്ലെക്സി ക്യാപ്പ് ഒക്കെ ഉണ്ടാകും. ഇതിലൊക്കെ ഈ ഏത് ഈ പറഞ്ഞ സ്കീം റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് ആണ് ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പർട്ടിക്കുലർ സ്കീമിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരിക. ആ സ്കീമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് ഏതാണ്, ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ റെഗുലർ ഇൻകം ആണോ എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. അതുപോലെ ആ ഫണ്ട് ഏതൊക്കെ ഷെയർസിലും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ ഫണ്ട് എന്നുള്ളത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിൽ ഉണ്ടാവും. അതുപോലെ അതിന്റെ എക്സ്പെൻസും ഫീസും എല്ലാം ഉണ്ടാവുക ഈ സ്കീം റിലേറ്റഡ് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിലായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്ത മ്യൂച്വൽ ഫണ്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്കോമീറ്റർ. ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെയും റിസ്ക് ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റിസ്കോമീറ്റർ. ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ എടുത്താലും അതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊരു പിക്ചർ അല്ലെങ്കിൽ ഇങ്ങനെയൊരു മ്യൂച്വൽ ഫണ്ട് റിസ്കോമീറ്റർ ഉണ്ടാകും. ഈ റിസ്കോമീറ്ററിൽ നോക്കി ആ ഫണ്ട് എത്രത്തോളം റിസ്കിയാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ഡാർക്ക് ഗ്രീൻ കളറാണ് ആ ഒരു സ്കീമിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ ഫണ്ട് വെരി ലോ റിസ്കി ആണെന്നുള്ളതാണ്. ഡാർക്ക് ഗ്രീനിൽ നിന്ന് ലോയിലേക്ക് പോകുമ്പോൾ കുറച്ച് ലൈറ്റ് ഗ്രീനിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു അർത്ഥം അത് റിസ്ക് കുറഞ്ഞു. അതോടൊപ്പം പിന്നെ മോഡറേറ്റ് റിസ്ക്, മോഡറേറ്റ് ടു ഹൈ റിസ്ക്, പിന്നെ ഡാർക്ക് റെഡ് കളർ ആണെങ്കിൽ അത് ഹൈയസ്റ്റ് റിസ്കി ഫണ്ട് ആണെന്നുള്ളതാണ് അർത്ഥം. ഇത് കാണുന്നത് കൊണ്ട് നമ്മൾ ഈ ഡാർക്ക് ഗ്രീൻ കളറിൽ നിക്ഷേപിക്കണം എന്നല്ല അർത്ഥം. ഡാർക്ക് ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഒട്ടും റിസ്ക് ഇല്ലാത്ത സെക്യൂരിറ്റീസിലായിരിക്കും നിക്ഷേപിക്കുക. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭവും കുറവായിരിക്കും. വെരി ഹൈ റിസ്കി ആയിട്ട് വരുന്ന ഡാർക്ക് റെഡ് കളർ വരുന്ന ഫണ്ട്സ് മുഴുവനും ഓൾമോസ്റ്റ് നിക്ഷേപിക്കുന്നത് ഇക്വിറ്റി ഷെയർസിലായിരിക്കും, ഓഹരികളിലായിരിക്കും. അത് റിസ്കിയാണ്. അപ്പോൾ അതിന് വരുന്ന റിട്ടേണും കൂടുതലായിരിക്കും. അപ്പം ഇത് നമ്മളെ അതിന്റെ ആ സ്കീമിന്റെ ഒരു റിസ്കും റിട്ടേണും കാണിക്കാനായിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ടൂളാണ്. ദെൻ അടുത്തത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ പറ്റിയിട്ട് നമുക്കൊരു റെഡി റെറ്റ്നർ പോലെ പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ, ഒരു 3 പേജ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഫാക്ട് ഷീറ്റ് നോക്കാം. മ്യൂച്വൽ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഫണ്ടിന്റെ കീ ഇൻഫർമേഷൻസ്, അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഇൻഫർമേഷൻ നമ്മൾക്ക് തരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പം നിക്ഷേപത്തിന് പോകുന്നതിന് മുമ്പ്, നിക്ഷേപിക്കുന്നതിന് മുമ്പ്, ഫൈനൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആ ഫാക്ട് ഷീറ്റ് നമ്മൾക്ക് നോക്കാവുന്നതാണ്. ഫാക്ട് ഷീറ്റ് ഓൾമോസ്റ്റ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് നമ്മളെ ആ ഒരു സ്കീമിനെ പറ്റിയും പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളതാണ്.
എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം? ആദ്യം തന്നെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ്, അതിന്റെ NAV-യുടെ ഒരു വർക്കിംഗ്, NAV എത്ര വർഷമാണോ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ട് അന്നേരം തൊട്ടുള്ള NAV എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കുക. ആ മ്യൂച്വൽ ഫണ്ട് NAV അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുന്ന റിട്ടേൺ ബെഞ്ച് മാർക്ക്, നമ്മളുടെ ഇൻഡെക്സിന് തരുന്ന റിട്ടേണേക്കാളും കൂടുതലാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ മ്യൂച്വൽ ഫണ്ട് തരുന്നത് നമ്മളുടെ ഇൻഡെക്സ് തരുന്ന നിഫ്റ്റിയോ സെൻസെക്സോ തരുന്ന റിട്ടേണേക്കാളും കുറവാണ് എങ്കിൽ നമുക്ക് ആ നിഫ്റ്റിയുടെ യൂണിറ്റ്സ്, സെൻസെക്സിന്റെ യൂണിറ്റ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പെർഫോമൻസ് നമുക്ക് അതേ സ്കീമിൻ കൊടുക്കുന്ന മറ്റ് മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ വെച്ച് കമ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് SBI യുടെ ഒരു ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കാനറ ബാങ്കിന്റെയോ ICICI ബാങ്കിന്റെയോ HDFCയുടെയോ റിലയൻസിന്റെയോ ഇക്വിറ്റി ഫണ്ട് വെച്ചിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പെർഫോമൻസിനെ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം കാനറ ബാങ്കിന്റെ ഫ്ലെക്സി ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടെങ്കിൽ, അതായത് എല്ലാ ഷെയർസിലും മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നിക്ഷേപിക്കുന്ന ഒരു ഫണ്ടാണെങ്കിൽ ആ കാനറ ബാങ്കിന്റെ ഫ്ലെക്സി ഫണ്ടിനെ മറ്റു ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ കമ്പനിയുടെ ഫ്ലെക്സി ഫണ്ട് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതിന്റെ പെർഫോമൻസ് നമുക്ക് അറിയാം. ദെൻ മ്യൂച്വൽ ഫണ്ട് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതും ആംഫിയുടെ വെബ്സൈറ്റിൽ നിന്ന് ആ മ്യൂച്വൽ ഫണ്ടിന്റെ NAV നമുക്കെടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫണ്ട് മാനേജറുടെ എക്സ്പെൻസ് റേഷ്യോ നോക്കാം. ഒരു ഫണ്ട് മാനേജ്മെന്റ് ചാർജസ് എടുക്കുന്നത് എത്രയാണെന്ന് നോക്കുക. അത് വെച്ച് കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന്റെ പേരിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ദെൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ്. ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഫണ്ട് മാനേജേഴ്സ് നന്നായിട്ട് ഇതിനു മുമ്പ് റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുള്ളവരാണോ, റിട്ടേൺ കൊടുത്തിട്ടുള്ളവരാണോ എന്ന് നോക്കാം. ദെൻ അതിന്റെ ഫണ്ടിന്റെ എക്സ്പെൻസ് ഷീറ്റ്, എക്സ്പെൻസ് റേഷ്യോ, അതുപോലെ ഫൈനലി ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് നോക്കിയാൽ അതിന്റെ എല്ലാ സ്കീമുകളെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടും. മ്യൂച്വൽ ഫണ്ടിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യണം എന്നുള്ളത് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ആണ് വേണ്ടതെങ്കിൽ, ഹൈ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഹൈ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി സ്കീമിൽ നമുക്ക് പോവാം. ഒരു മോഡറേറ്റ്, ഇത്രയും റിസ്ക് എനിക്ക് വേണ്ട, ഒരു മോഡറേറ്റ് റിസ്ക് മതിയെങ്കിൽ ഹൈബ്രിഡ് ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാം. ദെൻ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. 50% ഇക്വിറ്റിയും 50% ഡെറ്റും ഉണ്ടാകും, 75% ഇക്വിറ്റിയും 25% ഡെറ്റും ഉണ്ടാകും. അങ്ങനെ നമുക്ക് ആ ഫണ്ട് സ്കീം നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ദെൻ ലോ ടു മോഡറേറ്റ് റിസ്ക് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഡെറ്റ്, പ്യുവർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ, ഡിബെഞ്ചേഴ്സിലും ബോൺസിലും ഒക്കെ നിക്ഷേപിക്കുന്ന, ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ഒക്കെ നിക്ഷേപിക്കുന്ന ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാം. വെരി ലോ റിസ്ക് ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് സ്കീംസ് എന്ന് പറഞ്ഞുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലിക്വിഡ് ഫണ്ട്സ് ഉണ്ട്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയും. നമുക്കതിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ടാക്സിനെ പറ്റിയിട്ടാണ് പറയുക. ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മളൊരു 12 മന്ത്സിന് താഴെയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരും. 15% ആണ് അതിന്റെ ടാക്സ് വരിക. മോർ ദാൻ 12 മന്ത്സ് ആണെങ്കിൽ അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. ആ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിലാണ് വരിക. അത് 1 lakh വരെ ടാക്സ് ഇല്ല. 1 lakhന് മുകളിൽ നമ്മൾ 10% ആയിരിക്കും ടാക്സ് കൊടുക്കേണ്ടി വരിക. ഇത് ഇക്വിറ്റി ഫണ്ട്സ് ആണ്. നോൺ ഇക്വിറ്റി ആണ്. ഡെറ്റിലാണെങ്കിൽ ഷോർട്ട് ടേം എന്ന് പറയുന്നത് 36 മന്ത്സിന് താഴെയാണ് നിക്ഷേപിക്കുന്നതെങ്കിലാണ്. അത് നമ്മളുടെ നോർമൽ ഇൻകം ടാക്സ് സ്ലാബിന്റെ ബേസിസിൽ പോകും. 36 മന്ത്സിന് മുകളിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് വരിക. അവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് നമ്മൾക്ക് 20% കിട്ടും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് പ്രൈസ് നമ്മളുടെ കുറവായിരിക്കും. അപ്പൊ ടാക്സ് പേ ചെയ്യുന്നത് കുറവ് മതി, അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും. ഇത്രയുമാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്നവർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. Then we will proceed with that. Hello, ma'am. Yes, sir. Ma'am, can we run our poll questions? Is Sure, that sure. yes? So I'm launching first question. Yes. Is it visible to you, ma'am? Yes, sir. Yes. Yes. So I request attendees to take participate in this poll question and answer the question.
Also, I request attendees to type in their question in Q&A section in English or Malayalam as they feel, so that ma'am can answer those questions. If you have any queries or question, please type in Q&A section. Let's move to our third poll. Yes, sir. Yeah, so ma'am, until the time attendees ask their question, I request you to means tell the key takeaways or the session highlights or the important points which you were conducting or which you means had the points in the presentation. Okay, You can there's one. highlight those points like a summary type, you can say. Okay. Yes. ഫോർ ദ പാർട്ടിസിപ്പൻസ് നമ്മളിപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പം പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെഷനാണിത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ സെഷൻ വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് NISM വെബ്സൈറ്റിൽ ഇൻവെസ്റ്റർ അവയർനെസ് ക്ലാസിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനിയും ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ മലയാളത്തിൽ എല്ലാ വീക്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ സെഷൻസ്. അപ്പൊ ഇതിന്റെ പിന്നെ ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ NISM വെബ്സൈറ്റിലും സെബി വെബ്സൈറ്റിലും ഒക്കെ ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിന്റെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഹൗസസിന്റെ വെബ്സൈറ്റിലും ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇവിടെ വർഗീസ് മാത്യു എനിക്ക് തോന്നുന്നു എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നതെന്ന്. ഞാൻ NISM ട്രെയിനറാണ്. അതോടൊപ്പം തന്നെ കൊച്ചിൻ കോളേജ് കൊച്ചിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ഈ പറഞ്ഞ നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. Ma'am, there is one question in Q&A section. I hope it's visible to you in Q&A. That is about the contact details, right? No, ma'am. The other one, Q&A section. Vani Maria Jose has asked that I cannot see that question, sir. Where I can see that? It's Q&A. I will it's check. close to Okay, Q&A. I can see. Okay, Yes. sir. സജസ്റ്റ് സം ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ ബിഗനേഴ്സ്. ഒരു പബ്ലിക് ക്ലാസിന്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ നമുക്കില്ല. ഇന്ന ഫണ്ട് എന്നുള്ളതാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വാണി മരിയ, നിങ്ങൾ ചെയ്യേണ്ടത് ആംഫിയുടെ വെബ്സൈറ്റിൽ കയറുക. അതിനകത്ത് നിങ്ങളൊരു പാസ്റ്റ് 10-20 ഇയേഴ്സ് ആയിട്ട് റെഗുലർ ആയിട്ട് റിട്ടേൺ കൊടുത്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്, അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ സ്പോൺസേഴ്സിനെ ഒരു പരിധി വരെ നോക്കാം, ആരാണ് സ്പോൺസർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതുപോലെ അവരുടെ മറ്റ് ഫണ്ടുകളുടെ ഒരു പെർഫോമൻസും നോക്കാം. ഒരു ബിഗിനർ എന്നുള്ള ഒരു രീതിയിൽ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് കമ്പനി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുക, ഒരു ബാലൻസ്ഡ് ഫണ്ട് ഇക്വിറ്റിയുടെയും ഡെറ്റിന്റെയും കോമ്പിനേഷനുള്ള ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതുപോലെ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 500 അല്ല അതിനു മുകളിലാണെങ്കിൽ 1-2 സ്കീമിൽ 3 സ്കീമിൽ നിക്ഷേപിക്കുക. ഇനി ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഐഡിയ കിട്ടും ഏതാണ് എനിക്ക് കൂടുതൽ റിട്ടേൺ തരുന്നത്, ഏതാണ് മൂവ് ചെയ്യാത്ത. അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പബ്ലിക് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്കീം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ആംഫിയുടെ വെബ്സൈറ്റിൽ കയറി ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകളെ പറ്റി കിട്ടും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്നില്ല, മീൻവൈൽ അത് മാറാം. അപ്പം ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പം തുടക്കം എന്നുള്ള രീതിയിൽ, ഇതിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒരു ആംഫി വെബ്സൈറ്റിൽ കയറിയിട്ട് നന്നായി ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്, നിങ്ങളുടെ ആശയം എന്താണ്, ലെസ് റിസ്ക് അല്ലെങ്കിൽ മീഡിയം റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും ആൻസേഴ്സ് നമ്മൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതുപോലെ ആംഫി വെബ്സൈറ്റിൽ കയറിയാൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത ഒരു കുറെ വർഷം കൂടുതൽ ലോങ് ടൈമിൽ ഉള്ള ഒരു ഫണ്ടാണ്. കുറച്ച് വർഷം നന്നായി പെർഫോം ചെയ്തതാണെങ്കിൽ അത് എത്ര വർഷമായി തുടങ്ങിയെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് കുറച്ച് ഇതിനെ പറ്റിയിട്ട് അവയർനെസ് കിട്ടിക്കഴിയുമ്പം ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് പുതിയ സ്കീം വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും അത് നല്ല ഫണ്ടായിരിക്കും. കാരണം അവരുടെ പ്രീവിയസ് ഇതിനു മുമ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഫണ്ട്സ് നല്ലതാണ് എന്നൊരു ചിന്ത കിട്ടും. ആംഫി വെബ്സൈറ്റ്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, AMFI,
Ma'am, I don't see any other questions. If there are, Yes, I sir. request attendees again to type in their questions as we are already done with our time. So if you have any questions, please type in. If not, then we can end this session, I think. Let me see. No, Yes, only sir. few questions were there which you have already answered. Yeah. So I think, ma'am, we can end this session Mm. because Yes, sir. there are no more questions in the Q&A section. Yes, and not in One more Q&A. question. One more question. If I have one more Okay. question, sir. If I have Yes, 1 yes. lakh in hand, which is best, invest as lump sum or do SIP? ഓക്കെ, വണി മരിയയുടെ ക്വസ്റ്റ്യൻ ആണ്. 1 lakh ഉണ്ട് എങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ലാംസം ആണോ എന്നുള്ളത്. അതിന് ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മളൊരു ഇലസ്ട്രേഷൻ കണ്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിലാണെങ്കിൽ ഞാനത് അറ്റ്ലീസ്റ്റ് 10,000 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു സേഫ് സൈഡാണ്. അല്ല എങ്കിൽ ഇപ്പൊ 1 lakh ഇപ്പൊ നമ്മളുടെ കയ്യിലുണ്ട്, നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു ബൂമിംഗ് മാർക്കറ്റ് ആണെങ്കിൽ ഈ 1 lakh ചിലപ്പം SIP തരുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ തരാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു മീഡിയം റിസ്ക് എടുക്കുന്ന ആ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഒബ്വിയസ്ലി ഞാനത് ഈ പറഞ്ഞ 10,000 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ ഒരു ബോണസ് എമൗണ്ട് ഒക്കെ വന്ന സമയത്ത് ഞാൻ 1 lakh നേരിട്ട് നിക്ഷേപിച്ചുകൊണ്ട്, പക്ഷേ ഈ പറയുന്ന 1 lakh നമ്മളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ഈ SIP ആണ് ചെയ്യുന്നതെങ്കിൽ ബാലൻസ് വരുന്ന ഫസ്റ്റ് മന്ത് നമ്മൾ 10,000 ഇൻവെസ്റ്റ് ചെയ്തു, ബാലൻസ് വരുന്ന 90,000 നമ്മൾ ഈ പറഞ്ഞ നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്തരത്തിലുള്ള ഷോർട്ട് ടൈം റിട്ടേൺ കിട്ടുന്ന നിക്ഷേപത്തിലിട്ടിട്ട് അതിൽ നിന്ന് മന്ത്ലി കൊടുക്കുക. നമ്മൾ കണ്ട ഇലസ്ട്രേഷൻ വഴി അഡ്വാൻറ്റേജ് വന്നതും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും SIP ആണ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ്. ഇതിപ്പം ഞാൻ പറയുമ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് മേ ബി വലിയൊരു ചേഞ്ച് ഒരു 1 ഇയറിലേക്ക് വന്നാൽ ചിലപ്പം, ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ SIP സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫണ്ടിന്റെ ഒരു സ്കീമിന് ഇന്ന് ഒരു 10 ആണ് NAV, അടുത്ത മാസം 11, 12, 13, 14 കൂടി പോവുകയാണെങ്കിൽ 1 lakh ലംസം ഇട്ടതായിരിക്കും എനിക്ക് അഡ്വാൻറ്റേജ് വരിക. പക്ഷേ ഇൻ ബിറ്റ്വീൻ റൈസിങ്ങും ഫോളിങ്ങും ഉള്ള ഒരു മാർക്കറ്റ് ആണെങ്കിൽ, ഫ്ലക്ച്വേറ്റിംഗ് വോളറ്റൈൽ മാർക്കറ്റ് ആണെങ്കിൽ SIP ആയിരിക്കും ബെനിഫിറ്റ്. ഒരു മാസം കുറഞ്ഞുവെങ്കിലും എനിക്ക് യൂണിറ്റ് അവിടെ കൂടുതൽ കിട്ടും. ഒരു ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വി ഷുഡ് ഡിസൈഡ്. പക്ഷെ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ SIP ആയിട്ടായിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഞാൻ പറഞ്ഞത് ഒരു ഗ്രോത്ത് മാത്രം കാണിക്കുന്ന ഒരു മാർക്കറ്റിൽ 1 lakh ഒരുമിച്ചിടുന്നതായിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് ആണെങ്കിൽ SIP ആയിരിക്കും ബെനിഫിഷ്യൽ. SIP-യിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ, എനി ടൈം വി വിഡ്രോ. യെസ്, എപ്പോൾ വേണമെങ്കിലും SIP-യിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസ് ആയിരിക്കരുത്. അതായത് ടാക്സ് അഡ്വാൻറ്റേജും നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ്മെന്റ് വഴി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് 3 വർഷത്തിന് ശേഷമേ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടാക്സ് അഡ്വാൻറ്റേജ് ഒന്നും വേണ്ട. നോർമൽ മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ ഇടുന്നതെങ്കിൽ ഏത് സമയത്തും എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ നാളെ റിഡംഷൻ റിക്വസ്റ്റ് കൊടുത്താൽ ഐ തിങ്ക് ദ തേർഡ് T+2 എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആവും. ടാക്സ് റിലീഫ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. 80C അണ്ടറിലാണ് നമുക്ക് ടാക്സ് ബെനഫിറ്റ് ഇവിടെ കിട്ടുക. മ്യൂച്വൽ ഫണ്ടിൽ ELSS ആണെങ്കിൽ ഇത് ഫൈനൽ ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് 80Cയിൽ ഡിഡക്ഷൻ കാണിക്കാനായിട്ട് സാധിക്കും. മറ്റേ പ്രോഫിറ്റിന്റെ കേസാണ്, മ്യൂച്വൽ ഫണ്ടിന്റെ പ്രോഫിറ്റ് ബേസിലുള്ള ടാക്സിന്റെ ആണ് നോക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മുടെ ടാക്സിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് വരും. 80Cയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ELSS ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് 80C അണ്ടറിൽ ഡിഡക്ഷന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. Ma'am, are we good to end the session? Because I think we Yes, have sir. answered all the questions. So Yes, sir. Yes, sir. We will wind up. yes, so want to thank you, ma'am, for sharing your Yes, time sir. and knowledge with us Thank again, you, sir. and also the insights and the presentation as well, ma'am, which was full Thank of you. knowledge. Also, again, thank you so much, ma'am, for sharing your time and knowledge. Thank you. Thank you, sir. Thank you. And also thank you to NISM-നും attendees. അതുപോലെ പാർട്ടിസിപ്പൻസിനും താങ്ക്സ്. Yes, and also Shall thank I? you to attendees as well. Yes, ma'am. Yes. You can leave, ma'am. Okay. Thank you. Thank you. Yes.